Good evening, dear viewers. CP03 and CP04 orange plants. CP03 ഇന്ന് 14ാമത്തെ ദിവസവും CP04 ഇന്ന് 9ാമത്തെ ദിവസവുമാണ്. CP04 ഇതായിരിക്കുന്നു. 9th day of the CP04 ഇങ്ങനെയാണ്. റൂട്ടൊക്കെ താഴോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ചെടികളുടെയും ഷൂട്ട് ചെറുതായിട്ട് കരിയുന്നുണ്ട്. അറ്റം കണ്ടോ, എൻ്റെ അറ്റം കരിയുന്നുണ്ടോ? CP04 അതുപോലെ തന്നെ CP03 പക്ഷെ വലിയ കുഴപ്പമില്ല. ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു, അതാണ് ഈ താഴെ ഇങ്ങനെ കളക്ട് ആവുന്നത്, ബ്രൗൺ വാട്ടർ. ഈ വെള്ളം തന്നെ തിരിച്ച് മുകളിലേക്ക് ഒഴിച്ച് തീരുന്നത് വരെ സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ വെള്ളത്തിൻ്റെ ഉപഭോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. നമ്മുടെ ടെറേറിയം സ്വാഭാവികമായ പായലുകളെല്ലാം പതുക്കെ കരിഞ്ഞു പോയി. പുതുതായിട്ട് വെച്ച പായലൊക്കെ വലിയ പ്രശ്നമില്ലാതെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയും വിത്തുകൾ കിളിച്ചു വരാനുണ്ട്. ഈ ഭാഗത്തൊക്കെ നമ്മൾ വിത്ത് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും കാണുന്നില്ല. എപ്പോഴെങ്കിലും കിളിച്ചു വരുമെന്ന് പ്രത്യാശിക്കാം. ആർട്ടിലറി പ്ലാന്റ് ഭയങ്കര സ്ട്രോങ് ആട്ടോ, ഭയങ്കര സ്റ്റേബിൾ പ്ലാന്റാണ്. ഏത് ഹാർഷ് കണ്ടീഷനിലും നല്ല രീതിയിൽ വളരും. പ്രത്യേകിച്ച് ഈ ടെറസിലും വീടിൻ്റെ മുകളിലൊക്കെ ഡയറക്റ്റ് കഠിനമായ ചൂടിലും വെയിലിലും വരെ വളരാൻ ശേഷിയുള്ള ഒരു പ്ലാന്റാണ് ആർട്ടിലറി പ്ലാന്റ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ പ്ലാന്റ് അമേരിക്കയിലേക്കാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. ഒരു ഇൻവേസീവ് സ്പീഷീസ് ആണ് എന്നാണ് പറയുന്നത്. ഇത്തരം ഹാർഷ് കണ്ടീഷൻസ് തരണം ചെയ്യാൻ ശക്തിയുള്ളത് കൊണ്ടാണല്ലോ അതിനെ ഇൻവേസീവ് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. കാരണം അത് പല സ്ഥലങ്ങളിലും, ലോകമെമ്പാടുമുള്ള പല സ്ഥലങ്ങളിലും അതിനെ ഇൻവേഡ് ചെയ്ത് അധിനിവേശം നടത്തി പടർന്ന് പന്തലിക്കാനുള്ള ശേഷിയുണ്ട്. ടെറേറിയം വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഇന്ന് 16/12/2025 21:12 hours. Please don't forget to like, share and subscribe. Thank you. ഗ്രോത്ത് മീഡിയത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ പഴയതുപോലെ പ്രാണികളുടെ ശല്യവുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.